ഗാസയുടെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പേരിൽ നെതന്യാഹുവിന് നേരെ സമ്മർദ്ദം ചെലുത്തിയെങ്കിലും അതൊരു റിസൾട്ടും ഉണ്ടാക്കിയിട്ടില്ല. ട്രംപുമായി നല്ല രീതിയിൽ ചർച്ച നടത്തുകയും വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ചെയ്ത നെതന്യാഹു പിന്നീട് കാലുമാറുകയും യുദ്ധം വീണ്ടും തുടങ്ങുകയുമാണ് ഉണ്ടായത്. അതോടുകൂടി ട്രംപും നെതന്യാഹുവും തമ്മിൽ പിണക്കത്തിലാണ് എന്ന വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ട്രംപിന്റെ അധികാരഭാവത്തിനേറ്റ ഏറ്റവും വലിയ അടിയായിരുന്നു നെതന്യാഹുവിന്റെ ഈ നടപടി. അതിനുശേഷമാണ് ഇപ്പോൾ അടുത്ത പ്രശ്നം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. സംഭവം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചൊരു വീഡിയോ ആണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ അന്വേഷണ ഏജൻസി വിലങ്ങുവെച്ച് കൊണ്ടുപോകുന്ന AI വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളുടെ ട്രംപ് പങ്കുവച്ചിട്ടുള്ളത്. ഇതോടുകൂടി വലിയ വിമർശനമാണ് ട്രംപിന് നേരിടേണ്ടി വന്നിരിക്കുന്നത്. ആരും നിയമത്തിന് അതീതരല്ല എന്ന അടിക്കുറിപ്പോടു കൂടിയാണ് ട്രംപ് ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. തോന്നിയതുപോലെ കാര്യങ്ങൾ പറയുന്ന ട്രംപിന്റെ AI വീഡിയോ സോഷ്യൽ മീഡിയയ്ക്കും കൗതുകരമായി മാറിയെങ്കിലും ധാരാളം ആളുകളാണ് വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ആരും, പ്രത്യേകിച്ച് പ്രസിഡന്റും നിയമത്തിന് അതീതനല്ല എന്നുള്ള തലക്കെട്ടോടുകൂടി ഒബാമ സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യൽ പങ്കുവച്ച വീഡിയോയ്ക്ക് മറുപടിയായിട്ടാണ് ട്രംപ് AI ദൃശ്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. ട്രംപുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ ഉദ്യോഗസ്ഥർ എത്തുകയും ഒബാമയെ ഇരു കൈകളിലും പിടിച്ച് ബലമായി കൊണ്ടുപോകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. മാത്രമല്ല ജയിലിലെ സെല്ലിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിൽക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ട്രംപിന്റെ 2016 തിരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യൻ സ്വാധീനം ഉണ്ടായിരുന്നുവെന്ന വ്യാജ ആരോപണത്തിൽ ഒബാമ വിചാരണ നേരിടണമെന്ന് US നാഷണൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ തുൽസി ഗബാർഡ് പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്കുള്ളിലാണ് AI വീഡിയോ പുറത്തുവരുന്നത്. ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ റഷ്യയുടെ സ്വാധീനം സ്ഥാപിക്കുന്നതിനായി ഒബാമയുടെ സുരക്ഷാ ക്യാബിനറ്റ് തയ്യാറാക്കിയ 114 പേജുള്ള തിരുത്തലുകൾ വരുത്തിയ ഇമെയിലുകൾ കണ്ടെത്തിയതായിട്ടാണ് ഗബാർഡ് അവകാശപ്പെട്ടത്. ട്രംപിനെ അപകീർത്തിപ്പെടുത്തുന്നതിനും അട്ടിമറി നടത്തുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയത് എന്ന് ഗബാർഡ് Xൽ കുറിക്കുകയുണ്ടായി. ഏത് അധികാരത്തിലുള്ള ആളാണെങ്കിലും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ഗബാർഡ് കുറിക്കുന്നുണ്ട്. അന്വേഷണത്തിനായി എല്ലാ രേഖകളും DOJക്ക് കൈമാറുമെന്നും അവർ അറിയിച്ചു. ഗബാർഡിന്റെ നീക്കത്തെ ട്രംപ് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നിലവിൽ ട്രംപ് പങ്കുവച്ച ഒബാമയെ അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലാണ് ചർച്ചയായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഒബാമയെ അറസ്റ്റ് ചെയ്യുമെന്നതിന്റെ മുന്നറിയിപ്പാണോ ഇതെന്ന് പലരും സംശയമുയർത്തുന്നുണ്ട്. പലരും ഇത് AI ആണെന്ന് തിരിച്ചറിയാതെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഒട്ടും പക്വതയില്ലാത്ത പ്രതികരണമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് പറയാതെ വയ്യ. ഇത്രയും വലിയൊരു പദവിയിൽ ഇരിക്കുന്ന ആൾ ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. തനിക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ അധിക്ഷേപിക്കുന്നത് ട്രംപിന്റെ സ്ഥിരം പല്ലവിയാണ്. റഷ്യയുടെ കാര്യത്തിലൊക്കെ ഈ ഒരു ഫോർമുല തന്നെയാണ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ അമേരിക്കയെ നാശത്തിലേക്ക് നയിച്ച പ്രസിഡന്റ് എന്ന പേരിൽ ചരിത്രം നാളെ ട്രംപിനെ രേഖപ്പെടുത്തുമെന്ന കാര്യം തീർച്ചയാണ്.